എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് യാത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഒത്തിരി നാളായിട്ട് ഇപ്പം എനിക്ക് ഒരു 15 ദിവസമായി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഈ ചാനൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിലും മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. അതായത് ഞാനിപ്പോൾ HNS എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, അതിന് ശേഷമുള്ള എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സാണ് ഞാനതിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അതൊരു പ്രചോദനമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം അങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ 7th ഡേ ആയിരുന്നു ഹെഡ് വാഷ്. ഇന്ന് എൻ്റെ 19ാം ദിവസമാണ്. അതെല്ലാം നിങ്ങൾക്ക് ചാനൽ പ്രോപ്പറായി വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എഗെയിൻ 2-3 പേര് ചോദിച്ചു ട്രാൻസ്പ്ലാന്റിന് ശേഷം, അതായത് നമ്മളിപ്പം പൊതുവേ നമ്മളിപ്പം കേരളത്തിലുള്ള ആൾക്കാർക്ക് കോയമ്പത്തൂർ എന്ന് പറയുമ്പം അത്യാവശ്യം ദൂരമുള്ള കേസാണ്. സോ അവരിപ്പോൾ ഒരു ദിവസം ഇതിനായിട്ട് മെനക്കെട്ട് അങ്ങോട്ട് പോവുകയും 2 ദിവസം നിന്ന് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വരികയും ചെയ്തതിന് ശേഷം ഈ 7ാമത്തെ ദിവസം ഹെഡ് വാഷ് നമ്മളിപ്പം എത്രത്തോളം കെയർഫുള്ളായിട്ടാണോ HD ചെയ്യുന്നത് അതേപോലെ നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കേസാണ് ഈ ഹെഡ് വാഷ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം, അതായത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഏതാണ്ട് ഒരു 450 ആ റേഞ്ചുണ്ട് അതുവരെ പോകാനായിട്ട്. അതൊരു ദിവസം നമ്മൾ മെനക്കെട്ട് പോവുകയും വേണം. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ഈ ഹെഡ് വാഷ് ചെയ്യാനായിട്ട് പോകേണ്ടതുണ്ടോ, എന്ത് ചെയ്യാം ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞ കേസാണ്. അപ്പോൾ എഗെയിൻ ആ ചോദ്യം പിന്നെയും വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് അത്രയും ദൂരം പോകേണ്ട കാര്യമില്ല. നമുക്ക് ഹെഡ് വാഷ് നമുക്ക് നീറ്റായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ബുദ്ധിമുട്ടൊന്നും അതിലില്ല. ഓക്കെ, ഡോക്ടർ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞു തരുന്നുണ്ട്. അത് വീഡിയോ ആയിട്ട് തന്നെ ഒരു വീഡിയോ തരുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഇതിൽ കൂടെ ആഡ് ചെയ്യാം. വേറെ കോപ്പറേറ്റ് ഒന്നും കിട്ടില്ല എന്ന് തോന്നണം. അപ്പം അത്രയേ ഉള്ളൂ. ഹെഡ് വാഷ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം HD കഴിഞ്ഞു. ഓക്കെ, നമുക്ക് HD കഴിഞ്ഞ 2nd ഡേ കൂട്ടൂല, അടുത്ത ദിവസം നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ അന്ന് മുതൽ 7 ദിവസം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ജനുവരി എടുക്കാം. ജനുവരി 1ഉം 2ഉം പ്രൊസീജിയർ ആയിരുന്നു. അപ്പോൾ ജനുവരി 3 നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ 3, 4, 5, 6, 7, 8, 9. 9ാം തീയതി രാവിലെയാണ് നമ്മുടെ ഹെഡ് വാഷ് ഡേ. അത് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, അലോവേറ ജെല്ല്. ഓക്കെ, ഏതെങ്കിലും, ഞാൻ ഇന്ന ബ്രാൻഡിൽ നിന്നൊന്നും പറയാനില്ല, ഏതെങ്കിലും ഒരു അലോവേറ ജെല്ല്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും ഈ അലോവേറ ഒത്തിരിയും കാണും. അപ്പോൾ ഞാൻ ചോദിച്ചു അതുപോലെ നമ്മൾ അതിൽ നിന്ന് പഠിച്ചെടുക്കാം, കാര്യം വെളിയിൽ നിന്നുള്ള എടുക്കണ്ടല്ലോ. അപ്പം നഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഏതെങ്കിലും വഴി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതെന്തായാലും പ്രോസസ്സ് ചെയ്ത് വരുന്ന സാധനമല്ലേ. സോ ഇതിൽ വേറെ ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്നുള്ള സാധ്യത കാണൂല. സോ മാക്സിമം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലോവേര എടുക്കാൻ നിൽക്കണ്ട. ഒരു ഏതെങ്കിലും കമ്പനിയുടെ ചെറിയ ഒരെണ്ണം വാങ്ങിച്ചത്. ഞാനിപ്പോൾ ഇത് വാങ്ങിയതാണ്ട, ഇതാ ഞാൻ വാങ്ങിയ സാധനം. അപ്പം നമ്മൾ ഈ സാധനം 7ാം തീയതി 7th ഡേ മോർണിംഗ് എടുക്കുന്നു, തുറക്കുന്നു, കുറച്ച് എടുക്കുന്നു. അപ്പം ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്കെല്ലാം ചെയ്യുന്നത് വൈഫാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ സാധനം എടുക്കുന്നു. നമ്മുടെ ഈ ചെയ്ത സ്ഥലങ്ങളിൽ, ഡോണർ ഏരിയയിലല്ല, നമ്മൾ ഈ ചെയ്ത സ്ഥലങ്ങളിൽ ബ്ലഡിൻ്റെ ക്ലോട്ട് ഉണ്ടാവുമല്ലോ, ആ ഏരിയ എല്ലാം നീറ്റായിട്ട് ഇത്തിരി കട്ടിക്ക് ലാവിഷാക്കിക്കും. നല്ല കട്ടിക്ക് നമ്മൾ തേച്ച് വെക്കാണ്. ഓക്കെ, നന്നായിട്ട് തേച്ച് വെച്ചു എന്ന് വെച്ചാൽ ഒരുപാട് റബ്ബിയൊന്നും ചെയ്യാതെ നൈസായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് പോവുക. അപ്ലൈ ചെയ്ത് പോയതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ അങ്ങനെ വിട്ടേക്കുക. ഓക്കെ, 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തെടുക്കേണ്ടത് ഏതെങ്കിലും കമ്പനിയുടെ ഒരു ബേബി ഷാമ്പൂ. ഞാനിവിടെ എടുത്തത് ഹിമാലയയുടെയാണ്. ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ട് എപ്പോഴും ഉണ്ടാവും ഈ സാധനം ഇവിടെ. അപ്പോൾ ഈ ഹിമാലയയുടെ നമ്മൾ ഈ ബേബി ഷാമ്പൂ എടുക്കുന്നു. ബേബി ഷാമ്പൂ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട്, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിലോട്ട് ഒഴിക്കുന്നു, ഒന്ന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ സാധനം കപ്പിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കോരിയെടുക്കുക, ഇവിടോട്ട് വെക്കുക, ഒന്ന് ഇങ്ങനെ ഈ ഒരു ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ചുറ്റുക. ഒരിക്കലും ഇങ്ങനെയൊന്നും ആക്കരുത്, ഇങ്ങനെ ചുറ്റുക. അത് നമ്മൾ ചെയ്താലും മതി, ആരെങ്കിലും ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. സോ നമ്മൾ നന്നായിട്ട് തല കുമ്പിട്ട് പിടിക്കുക, ചെയ്ത ഏരിയ എല്ലാം നമ്മൾ നീറ്റായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഒന്നും ബ്ലഡ് കോഴ്സ് പോകില്ല, നല്ല ടൈം എടുക്കും. ഒറ്റ ദിവസം കൊണ്ടും പോകില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, എനിക്ക് ഒരു ദിവസം കൊണ്ടൊന്നും തീർന്നില്ല. എനിക്കൊരു എഗെയിൻ ഒരാഴ്ച കൂടെ എടുത്തപ്പോഴാണ് മൊത്തം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടിയത്. സോ നന്നായിട്ട് അങ്ങനെ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ട് മൊത്തം പോകില്ല. അയ്യോ ഇവിടെ ഇനിയുണ്ട് ഇനി വെച്ചാൽ മൊത്തം ഗ്രാഫ്റ്റ് ഒന്നും കളയാൻ നിൽക്കണ്ട. പോകുന്നിടത്തോളം പോട്ടെ. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ എന്താ ഡേറ്റ് പറഞ്ഞ 9ാം തീയതി അല്ലേ, നമ്മളെ 7th ഡേ വന്ന് 9ാം തീയതിയാണ്. നമ്മൾ 9ാം തീയതി നമ്മൾ ഈ സാധനം നമ്മൾ തേച്ച് കഴിയുമല്ലോ. പിന്നെ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തോർത്ത് നമ്മൾ എടുക്കേണ്ടത്, ഞാനത് പറഞ്ഞ കാര്യമാണ്.
അതിനായിട്ട് എന്തെങ്കിലും കോട്ടൺ, നല്ല കോട്ടൺ, ഞാൻ എടുക്കുന്ന ടീഷർട്ടാണ്, നമുക്ക് കോട്ടൺ ടീഷർട്ട് ആവാൻ കിട്ടില്ല ചെറിയ വിലയ്ക്ക്. ആ ടീഷർട്ട് ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം പിടിക്കുകയും ചെയ്യും, അതങ്ങ് നമുക്ക് കഴിവായിട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ച് കഴുകി തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് കേസ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സാധനം നമ്മൾ ഒന്നരാടെ യൂസ് ചെയ്യണം. ഒന്നരാടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 9-ാം തീയതി നമ്മളത് 7th ഡേ യൂസ് ചെയ്തു. സോ 8th ഡേ വേണ്ട 9th ഡേ, നമുക്ക് അടുത്ത 9th ഡേ 2 ദിവസത്തിന് ശേഷം അടുത്ത 2ാമത്തെ ദിവസം നമുക്ക് എഗെയിൻ ഈ സെയിം പ്രൊസീജിയർ നമുക്കിനി ചെയ്യാം. അന്ന് നമുക്ക് അലോവേറ ജെല്ലൊന്നും വേണമെന്നില്ല, ഈ സാധനം മാത്രം ഇട്ട് നന്നായിട്ട് ചെയ്ത് വിടുക. അപ്പം നമ്മൾ ഈ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ബേബി ഷാമ്പു വെച്ച് നന്നായിട്ടൊന്ന് കഴുകി പോവാം. ഓക്കെ അല്ലേ? അപ്പോഴത്തേക്ക് ഒരു 5-6 കഴിവുകൾ കഴിയുമ്പോഴത്തേക്കാണ് നന്നായിട്ട് പോയി കിട്ടും, നമ്മുടെ ഈ ബ്ലഡ് ക്ലോട്ട്സ് എല്ലാം പോയി കിട്ടും. പക്ഷേ ഈ സൈഡിൽ നമുക്ക് ഡോണർ ഏരിയയിൽ ഉണ്ടാകുന്ന പൊറ്റ ഉണ്ടല്ലോ, ഈ മുറിവിൽ വന്ന പൊറ്റ, അത് പെട്ടെന്ന് പോകില്ല. എനിക്കത് പെട്ടെന്ന് പോയില്ല, അത്യാവശ്യം ടൈം എടുത്ത് എനിക്ക് പോകാനായിട്ട്. അപ്പോൾ അതവിടെ കഴിഞ്ഞ് ഇനി അതിനുശേഷം നമ്മുടെ 14-ാമത്തെ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡാൻഡ്രഫിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ പോലെ ഫീൽ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ കീറ്റോകോണസോൾ എന്ന ഷാമ്പു നമുക്ക് യൂസ് ചെയ്യാം. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്ന സാധനം തന്നെയാണ്, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിത് ഇന്നിപ്പോൾ എൻ്റെ 19-ാം ദിവസം, എനിക്ക് ഇതുവരെ ഡാൻഡ്രഫിൻ്റെ കുറേ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആവശ്യക്കാർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹെഡ് വാഷോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കിട്ടോ, ഞാൻ ഷോർട്ടായിട്ടോ വീഡിയോ ആയിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പ്രശ്നമില്ല. Hi everyone, hope you are good. This is the head wash video. After 6 days of salining, today we are going to have the head wash. First, just take the aloe vera gel, apply it properly on the transplanted area like how it is shown in the video. Leave it for 1 hour. After 1 hour, just using your fingers, just rub it gently on the transplanted area like clockwise. After rubbing, just take a cotton cloth or you can use water also. Clean it up. And then apply baby shampoo to have a good head wash. This is how it looks. Have a good day. Thank you.